ഇത് ചുരക്ക നടുന്നതാണ്. ഇപ്പോൾ ചുരക്ക ഞാൻ ഏകദേശം ഒരു 12 ദിവസം മുമ്പ് ഞാൻ വിത്ത് പാകിയതാണ്. അപ്പോൾ ഇത് കുമ്പച്ചുരക്കാന്ന് പറയും, നമ്മൾ റൗണ്ട് ഉരുണ്ടിരിക്കുന്നത്, നമ്മുടെ കുമ്പളങ്ങ പോലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 20 ദിവസം മുമ്പ് ഞാൻ ഹൈബ്രിഡ് വിത്താണ്, അപ്പോൾ അത് പാകി കിളിപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ വിത്ത് നമ്മൾ തൈ നടാറാകുമ്പോഴത്തേക്കിന് നമ്മൾ മണ്ണ് അതിന് മുമ്പേ ഒരുക്കി ഇട്ടേക്കണം. ഇത് ഏകദേശം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഏകദേശം ഒരു 10-12 ദിവസത്തോളം ഞാൻ ഇത് വെയിലുള്ള അനുഭവിച്ചിട്ടുണ്ട്. അതായത് കുമ്മായം ഇട്ട് നമ്മൾ വെയിൽ ഒളിപ്പിക്കണം 10-12 ദിവസം. അപ്പോൾ ഇവിടെ ഇപ്പം കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടമെടുത്ത്, അതായത് കുഴിത്തടം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങി, അതുകൊണ്ട് കുഴിത്തടം എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കമ്പോസ്റ്റോടെ ചേർക്കണം. അടിവളമായിട്ട് നമ്മൾ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. അപ്പോൾ അതിനകത്ത് കമ്പോസ്റ്റ് ചേർത്തിട്ട് അടിവളം കമ്പോസ്റ്റോ ചാണകപ്പൊടി ചേർത്ത്, ഞാൻ കമ്പോസ്റ്റാണ് ചേർത്തേക്കുന്നത്. ഇതേപോലെ കുഴിത്തടം എടുത്തേക്കുന്നത്. ഒരു തടത്തിലൊരു 2-3 വെച്ച് നടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമല്ലോ, അതുകൊണ്ട് 2-3 വെച്ചിട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ പന്നി ശല്യം ഉള്ളിടത്ത് എല്ലുപൊടി ചേർക്കില്ല കേട്ടോ, അടിവളമായിട്ട്. ഇവിടെ ഇപ്പോൾ എല്ലുപൊടി ഞാൻ ചേർക്കാറില്ല, കാര്യം പന്നിയുടെ ശല്യം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇത് ഏകദേശം പറഞ്ഞ 20 ദിവസം മുമ്പ് നമ്മൾ വിത്ത് വാങ്ങി റെഡിയാക്കി വെച്ചതാണ് പോട്രയിൽ. ഇപ്പോൾ ഇതാണ് നടാൻ വേണ്ടി പോകുന്നത്. അപ്പം മണ്ണിന് ചവിട്ടി നല്ല ഇളക്കം കൊടുക്കണം, ഇളകി കിടക്കുന്ന മണ്ണായിരിക്കണം. അപ്പം ജൈവവളം എല്ലാം ചേർത്തിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യണം.